നസ്കർ, ഇന്നലെ പിണറായി വിജയന് തല്ലിൻ്റെയും തലോടലിൻ്റെയും ദിനമായിരുന്നു. സുപ്രീം കോടതിയാണ് തലോടിയത്. കേരള ഹൈക്കോടതി നവകേരള സർവേ നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സംസ്ഥാന സർക്കാരിന് അവരുടെ പ്രവർത്തനങ്ങൾ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തത്. വിശദമായ വാദം കേട്ടിട്ടില്ല. മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലായിരുന്നു സർക്കാരിന് വേണ്ടി പണം മുടക്കി സുപ്രീം കോടതിയെ സമീപിച്ചത്. പകരം വയ്ക്കേണ്ട പരാതിക്കാരൻ അലോഷ്യസ് സേവ്യർ എന്ന KSU നേതാവായതുകൊണ്ട് കപിൽ സിബലിനൊപ്പം നിൽക്കുന്ന അഭിഭാഷകനെ നിയോഗിക്കാൻ കഴിഞ്ഞിരിക്കില്ല. മാത്രമല്ല, ₹1 പോലും ചെലവില്ല എന്ന പച്ചക്കള്ളമാണ് സുപ്രീം കോടതിയിൽ പിണറായിയുടെ സർക്കാർ എടുത്തത്. എന്തായാലും ആ തലോടൽ അധിക നേരം നീണ്ടു നിന്നില്ല. സർക്കാരിൻ്റെ മറ്റൊരു കൊള്ളയ്ക്കെതിരെ കേരള ഹൈക്കോടതി വടിയെടുത്തു. വാസ്തവത്തിൽ വലിയ മോഷണ കുറ്റമാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ ആനുകൂല്യം കിട്ടിയവർ, അത് വീട് കിട്ടിയവരാണെങ്കിലും കാരുണ്യ ചികിത്സ കിട്ടിയവരാണെങ്കിലും ശമ്പളം കിട്ടുന്നവരാണെങ്കിലും, അത് ആനുകൂല്യമല്ല, ശമ്പളം കിട്ടുന്നവരാണെങ്കിലും ക്ഷേമ പെൻഷൻ കിട്ടുന്നവരാണെങ്കിലും അവരുടെയൊക്കെ സ്വകാര്യ വിവരങ്ങൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ആ വിവരങ്ങൾ എന്തിനു വേണ്ടി കൈമാറിയോ അതിനുവേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ധാരണയുണ്ട്. അത് ഡിജിറ്റൽ നിയമമനുസരിച്ച്, സൈബർ നിയമമനുസരിച്ച് അങ്ങനെ തന്നെയാണ്. ഈ വിവരങ്ങൾ നിയമവിരുദ്ധമായി മോഷ്ടിച്ചെടുത്ത് സർക്കാരിൻ്റെ സ്തുതികൾ എല്ലാവർക്കും അയക്കുകയാണ്. അതിലേറ്റവും വലിയ മോഷണം നടന്നത് സ്പാർക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഉള്ള സോഫ്റ്റ്വെയറാണ് സ്പാർക്ക്. ഈ സ്പാർക്കിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ, ആശുപത്രി ചികിത്സാ വിവരങ്ങൾ പോലുമുണ്ട്. ആ വിവരങ്ങളാണ് കരാറടിസ്ഥാനത്തിൽ നിയമിതരായിരിക്കുന്ന PR ഏജൻസികൾക്ക് കൈമാറി അവർ മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജമായി സകലർക്കും പേര് വിളിച്ചുകൊണ്ട് സന്ദേശം അയക്കുന്നത്. എല്ലാ അർത്ഥത്തിലും വഞ്ചനയാണിത്, മോഷണമാണിത്. ഈ മോഷണത്തിനെതിരെ ചിലർ കോടതിയെ സമീപിക്കുന്നു. തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ സർക്കാരിന് മോഷ്ടിച്ചെടുത്ത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കാൻ അവകാശമില്ല എന്നാണ് അവരുടെ വാദം. ആ വാദം പ്രഥമ ദൃഷ്ടിയ ശരിയാണെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് കോടതി ആശ്ചര്യപ്പെടുകയും ഈ മോഷണത്തിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. തൽക്കാലം ഈ കേസിൽ തീരുമാനമുണ്ടാവുന്നതുവരെ ആർക്കും സന്ദേശമയക്കരുത് എന്നാണ് കോടതിയുടെ ഉത്തരവ്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരം സർക്കാർ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത്? രാഷ്ട്രീയമായി ആളുകൾ വ്യത്യസ്ത ചേരിയിലായിരിക്കുമ്പോഴും അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ അയക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്ത സംരംഭകരടക്കം, ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടുള്ളവരടക്കം, ജോലി ചെയ്തതിന് ശമ്പളം കിട്ടുന്നവരടക്കം, റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന പെൻഷൻകാരടക്കം, അവർക്കൊക്കെ പിണറായിയുടെ മോന്ത കാണിച്ചുകൊണ്ടുള്ള സന്ദേശം സ്വീകരിക്കാനോ വായിക്കാനോ താല്പര്യമില്ലെങ്കിൽ എന്തു ചെയ്യും? അവരുടെയൊക്കെ വിവരങ്ങൾ, മൊബൈൽ ഫോൺ സർക്കാരിൻ്റെ ഏജൻസികൾ, അതും സ്വകാര്യ ഏജൻസികൾ ഏറ്റെടുത്താൽ എങ്ങനെയാണ് ഇവരുടെയൊക്കെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടില്ല എന്നുറപ്പാവുന്നത്? ബാങ്ക് ഇടപാടുകൾ അടക്കം സകലതുമുള്ളത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലാണെന്ന് ഓർക്കണം. ആ മൊബൈൽ ഫോൺ ഡീറ്റെയിൽസ് സർക്കാർ അടിച്ചു മാറ്റിയാൽ, ആ അടിച്ചു മാറ്റി അതിൽ മെസ്സേജുകൾ അയക്കാൻ ശ്രമിച്ചാൽ ആരാണ് സുരക്ഷിതരാവുന്നത്? ഓർക്കണം, യാക്കോബായ സഭയിലെ മുതിർന്ന ഒരു ബിഷപ്പ്, അതും ഇടതുപക്ഷക്കാരനായ ആദർശശുദ്ധിയുള്ള ഒരു ബിഷപ്പ് പോലും വിർച്വൽ അറസ്റ്റ് എന്ന് കേട്ടപ്പോൾ പേടിച്ചു പോവുകയും തട്ടിപ്പുകാരുടെ മുമ്പിൽ എണീറ്റ് നിന്ന് അവർ പറഞ്ഞതൊക്കെ കേൾക്കുകയും ചെയ്ത കാലമാണിതെന്ന് ഓർക്കണം. അത്രയും ഉയർന്ന പദവിയിലിരിക്കുന്നവരെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ നാട്ടിലെ സൈബർ തട്ടിപ്പുകൾ പടർന്നു പിടിക്കുമ്പോൾ എങ്ങനെയാണ് ഒട്ടും ഉത്തരവാദിത്തമില്ലാതെ ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ സർക്കാരിന് കഴിയുന്നത്? ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. തൽക്കാലം ഈ ടെക്സ്റ്റ് മെസ്സേജ് അയപ്പ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. കോടതി പറയുന്നത് കേൾക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് കോടതി ലക്ഷ്യമിട്ടാൽ കൂടി വന്നാൽ ചീഫ് സെക്രട്ടറിക്ക് ശാസന കേൾക്കേണ്ടി വരും. മറ്റെന്ത് സംഭവിക്കാൻ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും എന്ന ധാർഷ്ട്യമുള്ളതുകൊണ്ട് നിർത്തിവെക്കുമോ എന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ ഇത് വലിയ തിരിച്ചടിയായി തന്നെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. ശബരിമലയിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടിയുടെ തുടർച്ച, തന്ത്രിയെ ജയിലിൽ അടച്ചതിൻ്റെ ശിക്ഷ ഇനിയും പിണറായി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ശബരിമലയിലെ മോഷണം മാത്രമല്ല, അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടത്തുന്ന ധൂർത്തും പിണറായിയുടെ കാപട്യം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അക്കൂട്ടത്തിൽ സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായി വേണം ഹൈക്കോടതിയുടെ ഈ ഇടപെടലിനെ കാണാൻ. വരും ദിവസങ്ങളിൽ മോഷണ കേസിൽ പിണറായി വിജയൻ പ്രതി ചേർക്കപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല.